ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ഒഴിച്ചുകറിയാണ് കേട്ടോ. നാടൻ ഒഴിച്ചുകറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പുമാങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ചുകറിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഉപ്പുമാങ്ങ എവിടെ കിട്ടാനാണെന്നുള്ളത്. നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ അടുത്തുള്ള ഷോപ്സിലും എല്ലായിടത്തും ഉപ്പുമാങ്ങ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 2-3 ഉപ്പുമാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. കുറച്ച് തേങ്ങാപ്പാലും മതി. ആ ഒരു ടേസ്റ്റി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉപ്പുമാങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള ഉപ്പുമാങ്ങ എടുത്തിട്ടുള്ളത്. അതിലേക്കായിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 വറ്റൽമുളക്, കറിവേപ്പില ഒരു തണ്ട്, പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. 1.25 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ 2ാം പാലാണിത്. ഇനി 1ാം പാല് നമുക്കൊരു 1/4 കപ്പ് വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉപ്പുമാങ്ങ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. സവാള നമ്മൾ നീളത്തിൽ സ്ലൈസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഉപ്പുമാങ്ങയും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഉപ്പുമാങ്ങ നമ്മളിപ്പോൾ ഈ വലിപ്പത്തിലുള്ള ഈ ഒരു തിക്നെസ്സിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ടും വേണ്ട, അല്ലാതെ തിന്നായിട്ടും വേണ്ട. ഒരു ഉപ്പുമാങ്ങ നീളത്തിൽ 2ആയിട്ട് കട്ട് ചെയ്ത് അതിന് വീണ്ടും നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറുകെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം വഴറ്റാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കടുകാണ്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 വറ്റൽമുളക് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഈ കടുകിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സവാള കട്ട് ചെയ്തതുണ്ടല്ലോ, അതാണ്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉപ്പുമാങ്ങയിലേക്ക് ഉപ്പ് ചേർക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കറി റെഡിയാക്കി കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് ഉപ്പ് കൂടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഉപ്പ് ചേർക്കരുതെന്ന് പറയുന്നത്. ഇനി സവാളയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഒന്ന് ബ്രൗൺ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. വല്ലാതെ ബ്രൗൺ ആയി പോകണ്ട, എന്നാലും ഒരു മീഡിയം ബ്രൗൺ ആയി വരണം. നന്നായിട്ട് സവാള ഒന്ന് കുക്കായി വരണം, അതുവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി അധികം വേണ്ട, നമ്മൾ 2 മാങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ നമുക്കിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, ഇത് ചേർത്ത് കൊടുക്കാം. മാങ്ങയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഉടഞ്ഞു പോകുന്ന രീതിയിൽ മാങ്ങ ഇളക്കി കൊടുക്കരുത്, പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ ഇളക്കിയിട്ടുണ്ടെങ്കിൽ മാങ്ങ വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകും. നമ്മുടെ കറിയിൽ നമുക്ക് കഷ്ണങ്ങളായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത്. മാങ്ങയിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം, അതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ മാങ്ങ ചേർത്ത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 1 മിനിറ്റോളം ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് ഗ്രേവി ഉള്ള രീതിയിലുള്ള കറിയല്ല ചെയ്യുന്നത്, ചെറിയൊരു തിക്നെസ്സോട് കൂടിയ ഗ്രേവിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മളൊന്ന് ഇളക്കി നോക്കിയിട്ട് വീണ്ടും തേങ്ങാപ്പാൽ ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1.25 കപ്പ് തേങ്ങാപ്പാലും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് ആ മാങ്ങ ഒന്ന് സോഫ്റ്റായി വരണം. മാങ്ങ സോഫ്റ്റാണ് എങ്കിലും ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഒന്ന് തിളയ്ക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ 1/4 കപ്പ് 1ാം പാലും കൂടി കരുതിയിട്ടുണ്ടാവണം. 1/4 കപ്പ് 1ാം പാലാണ് നമ്മൾ ലാസ്റ്റ് ഒഴിക്കേണ്ടത്.
അപ്പോൾ എരിവൊക്കെ ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് എരിവുള്ളതിനേക്കാൾ നല്ലത് ചെറിയൊരു എരിവുള്ള രീതിയിലുള്ള കറിയാണ്. അപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ മാങ്ങ കഷ്ണങ്ങൾ ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഉപ്പ് അറിയാൻ പറ്റുള്ളൂ. ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. എരിവും ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിള വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി. വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറി എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് 1-ാം പാല് ചേർക്കാൻ പോവുകയാണ്. 1-ാം പാല് ചേർക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാല് ചേർത്ത് കൊടുക്കുക. ഇനി തേങ്ങാപ്പാൽ ചൂടാവേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒരു മീഡിയം തിക്നെസ് ഉള്ള ഗ്രേവിയാണിത്. ഇനി ഇതൊന്ന് ഇരുന്ന് ഒന്നുകൂടി ഒന്ന് കുറുകും കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലേക്ക് വറവൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ വറവൊക്കെ ചേർത്തതുകൊണ്ട് നമുക്ക് ഇത്രേ പരിപാടിയുള്ളൂ കറിയിൽ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.